രക്ഷയുടെ പാതയിൽ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമായിരിക്കുന്നുവെന്ന് ഞാൻ കരുതുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സീറോ മലബാർ സഭയുടെ പഠനാവലിയിലൂടെ കടന്നു പോവുകയായിരുന്നു. ഇന്ന് നമ്മൾ നമ്മുടെ പാഠപുസ്തകത്തോട് ഏറ്റവും അനുബന്ധിച്ചിട്ടുള്ള ഒരു അധ്യായത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. പ്രാർത്ഥനയോടുകൂടി നമുക്ക് ക്ലാസ് ആരംഭിക്കാം. നമ്മുടെ കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് നമുക്ക് ധ്യാനപൂർവ്വം നമ്മുടെ സ്ഥലങ്ങളിൽ ആയിരിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ത്രിയേക ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഇന്നേ ദിവസം തിരുസഭയെക്കുറിച്ച് കൂടുതൽ അറിയുവാനും തിരുസഭയെ കൂടുതൽ ആഴത്തിൽ അനുഭവിച്ച് തിരുസഭയോടുള്ള സ്നേഹത്തിൽ വളരുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധി അമ്മേ, സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, കഴിഞ്ഞ 7 ആഴ്ചകളിലായിട്ട് സീറോ മലബാർ സഭയുടെ പഠനാവലിയിലൂടെ കടന്നുപോയപ്പോൾ സഭയുടെ പ്രേക്ഷിതത്വത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുകയുണ്ടായി. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് സഭ സ്വഭാവത്താലെ തന്നെ പ്രേക്ഷിതയാണ് എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ കാണുകയുണ്ടായി സഭയുടെ സുവിശേഷ പ്രഘോഷണ ദൗത്യം എന്നുള്ളത് സഭയുടെ അടിസ്ഥാനമായ ദൗത്യമാണ്. ആദിമസഭ എങ്ങനെയാണ് ഈ പ്രേക്ഷിത ചൈതന്യത്തിലേക്ക് കടന്നു വന്നതെന്ന് 3-ാമത്തെ അധ്യായത്തിൽ നാം കാണുകയുണ്ടായി. അതുപോലെ തന്നെ വിശ്വാസത്തിനു വേണ്ടി വീരസാക്ഷ്യം വഹിച്ച ധീരരായ നമ്മുടെ പൂർവ്വ പിതാക്കന്മാരെ 4-ാമത്തെ അധ്യായത്തിലൂടെ നാം കണ്ടു. വീണ്ടും സത്യവിശ്വാസത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി നമ്മുടെ പിതാക്കന്മാർ സഹിച്ച കഷ്ടപ്പാടുകളും ഈശോ അവർക്ക് നൽകിയ എല്ലാ ഉദ്ബോധനങ്ങളും നമ്മൾ 5-ാമത്തെ അധ്യായത്തിലൂടെ കണ്ടു. പ്രിയ കൂട്ടുകാരെ, വചനാനുസൃതം ജീവിച്ച അനേകരെ നമ്മൾ 6-ാമത്തെ അധ്യായത്തിൽ പരിചയപ്പെട്ടു. വീണ്ടും കഴിഞ്ഞ ക്ലാസ്സിൽ ബിനോ സാർ നിങ്ങളെ പഠിപ്പിച്ചു എങ്ങനെയാണ് സഭയുടെ പ്രേക്ഷിത പ്രവർത്തന മാർഗങ്ങൾ, ഏതൊക്കെയാണ് സഭയുടെ പ്രേക്ഷിത പ്രവർത്തന മാർഗങ്ങൾ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ. ഇന്ന് നമ്മൾ കാണുന്നത് 8-ാമത്തെ അധ്യായമാണ്. സഭയും സഭയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും. നിരവധിയായ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയാണ് സഭ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈശോ സഭയെ ഏൽപ്പിച്ച ദൗത്യം അത് പൂർണ്ണമായി നിറവേറ്റുവാൻ സഭ ഇന്ന് എന്നും ശ്രദ്ധാലുവാണ്. ശിഷ്യന്മാരെ ഈശോ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ പ്രഥമവും പ്രധാനവുമായ ദൗത്യം എന്ന് പറയുന്നത് സുവിശേഷ പ്രഘോഷണമാണ്. തീർച്ചയായിട്ടും ഇന്ന് തിരുസഭാ തനിയര് തുടർന്നുകൊണ്ടിരിക്കുന്നതും ഈശോ ഏൽപ്പിച്ച ഈ ദൗത്യം തന്നെയാണ്. തലമുറകളിലൂടെ നമ്മുടെ പിതാക്കന്മാർ നമുക്ക് കൈമാറിയതും ഇന്ന് നമ്മൾ ജീവിക്കുന്നതും ഇനി വരാനിരിക്കുന്ന തലമുറ ജീവിക്കാനിരിക്കുന്നതുമായിട്ടുള്ളതുമായ കാര്യങ്ങൾ എന്ന് പറയുന്നത് സുവിശേഷ സത്യങ്ങളാണ്. അതാണ് ഈശോ നമ്മിൽ നിന്നും ആവശ്യപ്പെടുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 34-36 തിരുവചനങ്ങളിൽ ഈശോ എന്താണ് നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നത്? അന്ത്യവിധിയെക്കുറിച്ചാണ് ഈശോയോട് പറയുന്നത്. എന്താണ് അന്ത്യവിധിയിൽ സംഭവിക്കാൻ പോകുന്നത്? പ്രിയപ്പെട്ട കൂട്ടുകാരെ, അന്ത്യവിധിയിൽ സംഭവിക്കുന്നത് ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിച്ചവരെല്ലാവരും വലതുവശത്തേക്കും ഈശോയ്ക്ക് ഹിതകരമല്ലാത്ത രീതിയിൽ ജീവിച്ചവരെല്ലാവരും ഇടതുവശത്തേക്ക് മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടെ ഈശോ പറയുന്നുണ്ട്, എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നു. എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു. ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് സന്ദർശിച്ചു. ഞാൻ രോഗിയായി കിടക്കുകയായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടു. വീണ്ടും ഈശോ നമ്മളോട് തുടർന്ന് പറയുന്നത്, എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരിൽ ഒരുവന് നിങ്ങൾ ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്നാണ്. ആരാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഈ എളിയ സഹോദരർ? നമ്മുടെ കൂടെ പഠിക്കുന്നവർ, നമ്മുടെ കൂടെ വസിക്കുന്നവർ, നമ്മുടെ നാട്ടിലുള്ളവർ എന്ന് വേണ്ട, ജാതിമതം ഭേദമന്യേ എല്ലാ ആളുകളും നമ്മുടെ സഹോദരി സഹോദരന്മാരാണ്. അവർക്ക് ചെയ്യുന്ന ചെറിയ ചെറിയ ശുശ്രൂഷകളാണ് ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിന് നമുക്ക് വാതിൽ തുറക്കുന്നത്. പ്രിയ കൂട്ടുകാരെ, ഈ സുവിശേഷ ഭാഗം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഒരു ക്ഷണം മാത്രമല്ല, പ്രത്യുത ദരിദ്രരിൽ ഈശോയുടെ മുഖം കണ്ടുകൊണ്ട് അവരെ സ്നേഹിക്കാനും അവരെ ശുശ്രൂഷിക്കുവാനുമുള്ള ഒരു വിളിയാണ് ഈ സുവിശേഷ ഭാഗത്തിലൂടെ ഈശോ നമുക്ക് നൽകുന്നത്. ഇനി നമ്മൾ കാണുന്നത് പ്രവർത്തന നിരതമാകുന്ന വിശ്വാസമാണ്.
എപ്പോഴാണ് പ്രവർത്തന നിരതമാകുന്നത് വിശ്വാസം? നിങ്ങൾക്ക് പറയാമോ? ഒരുവൻ ദൈവത്തിൻ്റെ സ്നേഹത്താൽ നിറഞ്ഞ് വിശ്വാസത്തിൽ ഉജ്ജ്വലിക്കുമ്പോൾ അവൻ സ്വാഭാവികമായിട്ട് പ്രവർത്തന നിരതനാകും. ആ വിശ്വാസത്തിലേക്ക് അവൻ എല്ലാവരെയും നയിക്കുകയും ചെയ്യും. ഈശോയുടെ ജീവിതം തന്നെ നോക്കൂ. ഈശോയുടെ ജീവിതകാലത്ത് രോഗികളെയും പീഡിതരെയും ആകുലരെയും കണ്ടുകൊണ്ട് അവർക്ക് നന്മ ചെയ്തുകൊണ്ട് കടന്നുപോയ ഈശോയെ സുവിശേഷ ഭാഗങ്ങളിലെല്ലാം നമ്മൾ കാണുന്നുണ്ട്. 3 വർഷമേ ഈശോ പരസ്യ ജീവിതം നയിച്ചുള്ളൂ. ആ 3 വർഷം കൊണ്ട് അനേകം പേരെ ഈശോ ദൈവപിതാവിൻ്റെ സ്നേഹത്തിലേക്ക് നയിക്കുകയുണ്ടായി. ഇന്ന് ഈശോയുടെ മുഖം കണ്ടുകൊണ്ട് ആധ്യാത്മികവും ഭൗതികവുമായ എല്ലാ തലങ്ങളിലും എല്ലാ മക്കളെയും ഉയർത്തുവാനുള്ള വിളിയാണ് ഈശോ നമുക്ക് നൽകുന്നത്. അതാണ് സഭയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൊണ്ട് ലക്ഷ്യം വഹിക്കുന്നത്. സ്നേഹത്തിലൂടെ സുപ്രധാനമാകുന്ന പ്രവർത്തനനിരതമാകുന്ന വിശ്വാസമാണ് ഏറ്റവും പ്രധാനമെന്ന് വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്. ദൈവവചനത്തിൻ്റെ കാതിൽ തന്നെ സ്നേഹമാണല്ലോ കൂട്ടുകാരെ. പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ് എന്ന് വിശുദ്ധ യാക്കോബ് ശ്ലീഹ പറയുമ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഉജ്ജ്വലിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് വിശുദ്ധ യാക്കോബ് ശ്ലീഹ നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട്. സ്നേഹിക്കുന്ന നമ്മൾ ഓരോരുത്തരും എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ സഹോദരങ്ങളുടെ ആവശ്യങ്ങൾ സ്വന്തം എന്ന പോലെ നമുക്ക് കാണാൻ സാധിക്കണം. അങ്ങനെ വിശ്വാസത്തിൻ്റെ പ്രതിഫലനമാണ് നമ്മൾ നടത്തുന്ന എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഒരുവൻ്റെ സമഗ്രമായ വികസനമാണ്, സ്ഥിരമായ സമർപ്പണമാണ് ലക്ഷ്യം വഹിക്കുന്നത്. സ്വന്തം സുഖങ്ങളും സൗകര്യങ്ങളും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് ദൈവസ്നേഹത്തിന് വേണ്ടി ദൈവരാജ്യത്തിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച അനേകം വിശുദ്ധാത്മാക്കൾ നമുക്ക് മുൻപിലുണ്ട്. വിശുദ്ധ വിൻസെൻ്റ് പോളിനെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സ്വന്തം ജീവിതം ദൈവജനത്തിന് വേണ്ടി സമർപ്പിച്ച വിശുദ്ധ വിൻസെൻ്റ് പോൾ. അതുപോലെ തന്നെ മൊറോക്കോയിലെ കുഷ്ഠരോഗികളുടെ ഇടയിൽ സേവനം ചെയ്ത് ദൈവത്തിന് വേണ്ടി സ്വയം സമർപ്പിച്ച വിശുദ്ധനായ ഫാദർ ഡാമിയൻ. ഈ നൂറ്റാണ്ടിൽ തന്നെ ജീവിച്ച് നമ്മുടെ ഇടയിൽ ജീവിച്ച് ആകുലരെയും പീഡിതരെയും ദുഃഖിതരെയും ക്ലേശിതരെയും ഒക്കെ സമാശ്വസിപ്പിച്ച് കടന്നുപോയി വിശുദ്ധിയുടെ പദവിയിലെത്തിച്ചേർന്ന വിശുദ്ധ മദർ തെരേസ. എല്ലാവരും നമ്മുടെ മുൻപിൽ മാതൃകകളായിട്ട് നിൽക്കുകയാണ്. എന്താണ് സഭയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനം? പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്ക് പറയാമോ? അത് മറ്റൊന്നുമല്ല, ഈശോ നൽകിയ മാതൃകയും ഈശോയുടെ പ്രബോധനങ്ങളുമാണ് സഭയുടെ ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനം. നിങ്ങൾക്ക് ഇവിടെ ഈ ചിത്രങ്ങളിലൂടെ തന്നെ കാണാം. ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് ഈശോ നടത്തിയിട്ടുള്ള അത്ഭുത പ്രവർത്തികൾ. അന്ധനെ സുഖപ്പെടുത്തുന്ന ഈശോ, കൂനിയായ സ്ത്രീയെ സുഖപ്പെടുത്തുന്ന ഈശോ, ബെത്സീദ കുളക്കരയിൽ 38 വർഷം കിടന്ന മനുഷ്യനെ സുഖപ്പെടുത്തുന്ന ഈശോ, പാപിനിയായ സ്ത്രീയെ അവളെ മോചിപ്പിക്കുന്ന ഈശോ, അതുപോലെ എല്ലാ മനുഷ്യരിലേക്കും ദൈവകാരുണ്യം ചൊരിഞ്ഞുകൊണ്ട് ദൈവകാരുണ്യത്തിൻ്റെ ഒഴുക്ക് നടത്തിയ ഈശോയുടെ അത്ഭുത പ്രവർത്തനങ്ങൾ. ഈ ഒരു മാതൃകയാണ് തിരുസഭ ഇന്ന് തൻ്റെ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 25-37 തിരുവചനങ്ങളിൽ ഏറ്റവും ഉദാത്തമായ ഒരു ഉപമയാണ് ഈശോ പറയുന്നത്. നല്ല സമരിയാക്കാരൻ്റെ ഉപമ. നല്ല സമരിയാക്കാരൻ ആവശ്യത്തിലായിരിക്കുന്ന ഒരു സഹോദരനെ കണ്ടപ്പോൾ അവനെ സഹായിച്ച് അവൻ ആവശ്യമായ നന്മകൾ ചെയ്തു കൊടുത്തുകൊണ്ട് കടന്നു പോകുന്നു. ഈ ഒരു വിശുദ്ധിയിലേക്കും ഈ ഒരു തീക്ഷ്ണതയിലേക്കുമാണ് ഈശോ നമ്മളെയും ക്ഷണിക്കുന്നത്. സഭയുടെ സാമൂഹ്യ പ്രബോധനങ്ങളെല്ലാം തന്നെ ഇതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. റേരും നൊവാരും, മാതാവും ഗുരുനാഥിയും, ഭൂമിയിൽ സമാധാനം, മാനവ പുരോഗതി തുടങ്ങിയ സഭയുടെ എല്ലാ പ്രബോധനങ്ങളും ഇതിലേക്ക് വിരൽ ചൂണ്ടുന്നു. വിശുദ്ധ പിതാക്കന്മാരും നമുക്ക് മാതൃകകളായിട്ട് നിലകൊള്ളുകയാണ്. വിശുദ്ധ ബേസിൽ പറയുന്നുണ്ട്, അലമാരിയിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ വിശക്കുന്നവൻ്റെയും വസ്ത്രം നഗ്നൻ്റെയും പാതുകങ്ങൾ നിഷ്പാതുകൻ്റെയുമാണ്. എന്താണ് വിശുദ്ധ ബേസിൽ പറയുന്നതെന്ന് നമുക്ക് ഒരുമിച്ചൊന്ന് വായിക്കാം.
അലമാരിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ വിശക്കുന്നവൻ്റെയും വസ്ത്രം നഗ്നൻ്റെയും പാദുകങ്ങൾ നിഷ്പാദുകൻ്റെയുമാണ്. ഈ ചിത്രത്തിൽ നമ്മൾ എന്താണ് കാണുന്നത്? ആവശ്യക്കാരനെ സഹായിക്കാതെ അവന് നേരെ കണ്ണടയ്ക്കുന്ന ധനവാനായ ഒരു മനുഷ്യനെ ഈശോ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും ഉണ്ടായിരുന്നിട്ടും തൻ്റെ വീട്ടുപിടിക്കൽ കിടന്നിരുന്ന ലാസറിനെ അവനെ പരിഗണിക്കാതെ സ്വന്തം സുഖ സൗകര്യങ്ങൾ മാത്രം നോക്കി അതിനുവേണ്ടി ജീവിച്ച ധനവാനായ മനുഷ്യൻ. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കരുത് എന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. നമ്മുടെ ചുറ്റുമുള്ള സഹോദരങ്ങളെ കണ്ട് അവർക്ക് നന്മ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം. ആദിമസഭയിൽ ശിഷ്യന്മാർ പ്രാവർത്തികമാക്കിയതും ഇതുതന്നെയാണ്. അവരെല്ലാം സ്വന്തമായി കരുതാതെ എല്ലാം പൊതുവായി കരുതി എല്ലാവർക്കും എല്ലാം പങ്കുവെച്ച് അവർ ജീവിച്ചു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈശോ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും എൻ്റെ സുവിശേഷം പ്രഘോഷിക്കുവിനെന്ന്. ഈ ഒരു സുവിശേഷ പ്രഘോഷണത്തിലേക്കാണ് ഈശോ നമ്മളെയും ക്ഷണിക്കുന്നത്. എങ്ങനെയാണ് നമ്മളിത് പ്രാവർത്തികമാക്കേണ്ടത്? നമ്മുടെ വിശ്വാസം നമ്മൾ ജീവിച്ച് നമ്മുടെ അടുത്തും അകലെയുമുള്ള എല്ലാ സഹോദരങ്ങൾക്കും നന്മ ചെയ്തുകൊണ്ട് അനുദിനവും കടന്നു പോവുക. അതാണ് ഈശോ നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. കോവിഡ് എന്ന മഹാമാരി നമ്മെ ചുറ്റി നിൽക്കുന്ന ഈ സാഹചര്യത്തിലും നമ്മൾക്ക് വായിക്കാനും പഠിക്കാനും ഒരുപാട് സമയങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ ഈ പാഠത്തിൻ്റെ ഒരു പ്രവർത്തനമായി ഞാൻ നിങ്ങൾക്ക് തരുന്നത് പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായുടെ ഏറ്റവും പുതിയ ചാക്രിക ലേഖനമായ നാം സോദരർ എന്ന പുസ്തകത്തിൻ്റെ 2-ാം ചാപ്റ്റർ അധ്യായം നിങ്ങൾ വായിച്ച് അതിന് ഒരു അവലോകനം എഴുതി അടുത്തയാഴ്ച നിങ്ങളുടെ അധ്യാപകർക്ക് കൈമാറുക. എൻ്റെ ക്ലാസ്സിലെ കുട്ടികൾ എനിക്കും തരുന്നു. ഈ ഒരു ചാക്രിക ലേഖനത്തിൽ പാപ്പ സൂചിപ്പിക്കുന്നത് എല്ലാ മനുഷ്യർക്കും നന്മ ചെയ്യുക എന്നുള്ളതാണ്. നല്ല സമരിയാക്കാരനെ പോലെ നീയും പോയി അതുപോലെ ചെയ്യുക എന്നാണ് പരിശുദ്ധ പാപ്പ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. നമ്മുടെ ഈ അധ്യായത്തിൻ്റെ സംഗ്രഹം നമുക്ക് ഇങ്ങനെ കുറിക്കാം: ഈശോയുടെ പ്രബോധനങ്ങളും ജീവിതവുമാണ് തിരുസഭയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ അടിത്തറ. ഇന്ന് ഈശോ ജീവിക്കേണ്ടതും ഇന്ന് ഈശോ പ്രവർത്തിക്കേണ്ടതും നാം ഓരോരുത്തരിലൂടെയുമാണ്. ഈശോയുടെ കൈകളായും ഈശോയുടെ കാലുകളായും ഈശോയുടെ നാവുകളായും ഈശോയുടെ ഹൃദയമായും നമ്മളാണ് ഇന്ന് തിരുസഭയിലും ലോകം മുഴുവനിലും പ്രവർത്തിക്കേണ്ടത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്ക് ഈശോയുടെ സജീവ സാക്ഷികളായിട്ട് മാറാം. ഇന്നത്തെ ക്ലാസ് ശ്രവിച്ച എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നന്ദി പറയുന്നു. നമുക്ക് ഒരു നിമിഷം ദൈവത്തിന് നന്ദി പറയാം. കാരുണ്യവാനായ ദൈവമേ, ഇത്രയും സമയം തിരുസഭയെക്കുറിച്ച് കൂടുതൽ അറിയുവാനും തിരുസഭയെ കൂടുതൽ സ്നേഹിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.